സൈബർ ആക്രമണങ്ങളോട് പ്രതികരിച്ച് അഭിരാമി സുരേഷ്. കഴിഞ്ഞ ദിവസം നടന്നൊരു സ്റ്റേജ് ഷോയിൽ നിന്നുള്ള അഭിരാമിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നാലെ അഭിരാമിയുടെ പാട്ടിനെയും ഡാൻസിനെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളും കമൻറ്റുകളുമാണ് പ്രത്യക്ഷപ്പെട്ടത്. കടുത്ത ബോഡി ഷെയ്മിങ്ങും അഭിരാമിക്ക് നേരിടേണ്ടി വന്നു. ഇതിനോടെല്ലാം പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് അഭിരാമി സുരേഷ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഭിരാമിയുടെ പ്രതികരണം. സോഷ്യൽ മീഡിയ എന്നത് ആർക്കാണ് ക്രൂരത കൂടുതലെന്നുള്ള മത്സരം നടക്കുന്ന ഇടമായി മാറിയിരിക്കുകയാണെന്നാണ് അഭിരാമി പറയുന്നത്. 100 വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകൾ വായിച്ചാണ് ഞാൻ ഉറങ്ങിപ്പോയത്. രാവിലെ എഴുന്നേറ്റതും ആ ബഹളത്തിലേക്കാണ്. വ്യത്യസ്തമായ ആംഗിളുകൾ, അസാധാരണമായ റാമ്പ് ഷോട്ടുകൾ, ക്യാമറ താഴെ വെച്ചെടുത്തവ. സത്യം പറഞ്ഞാൽ എനിക്കാരെയും പൂർണ്ണമായും കുറ്റപ്പെടുത്താനാകില്ല. അതായിരുന്നു സെറ്റപ്പ്, അതായിരുന്നു സ്പേസ്. അപ്പോഴും ഒരുപാട് പറയാൻ ആഗ്രഹിച്ചിട്ടും ഒന്നും പറയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയാണ്. ദൈവാനുഗ്രഹത്താൽ ഷോ നടന്നത് നിറഞ്ഞ സദസ്സിലാണ്. 2.5 മണിക്കൂർ തുടക്കം മുതൽ അവസാനം വരെ. ഗ്രൗണ്ട് ജനങ്ങൾ നിറഞ്ഞു നിന്നു. അനങ്ങാതെ നിന്ന് പാടാൻ ഞാനൊരു ലെജൻഡൊന്നുമല്ല. ഞാനൊരു പെർഫോമറാണ്. ഞാൻ ചലിക്കും, ഡാൻസ് ചെയ്യും. എൻ്റെ ശ്വാസവും ശരീരവും ആ നിമിഷത്തിൽ സമർപ്പിക്കും. അത് തന്നെയാണ് ഞാൻ ചെയ്തതും. പക്ഷേ വളരെ വ്യത്യസ്തമായൊരു മൂഡിലാണ് സോഷ്യൽ മീഡിയ ഉണർന്നു വരുന്നത്. ഒരു ദയവും കാണിച്ചില്ല. ജെൻഡറും പ്രായവും സാഹചര്യവും പരിഗണിച്ചില്ല. അത് എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ചിട്ടാൽ മാത്രം മതി, ഉടൻ അതൊരു വിരുന്നായി മാറും, മത്സരമാകും. ആരാണ് കൂടുതൽ നന്നായി അപമാനിക്കുന്നത്? ആർക്കാണ് കൂടുതൽ ക്രൂരത? ആർക്കാണ് കൂടുതൽ ഉച്ചത്തിൽ വൃത്തികേട് പറയുവാൻ സാധിക്കുന്നത് എന്ന മത്സരം. ബോഡി ഷേമിങ്ങും സ്ലട്ട് ഷേമിങ്ങും എല്ലാം സാധാരണ പോലെ തന്നെ പറയുന്നു. വാക്കുകളല്ല കൂടുതൽ വേദനിപ്പിക്കുന്നത്, ചിന്ത അസാന്നിധ്യമാണ്. ഇതൊരു ജീവനാണെന്ന് ചിന്തിക്കുവാൻ പോലും ഒരു നിമിഷം മാറ്റിവെക്കുന്നില്ല. സോഷ്യൽ മീഡിയ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഇവിടെ വിജയം എന്നാൽ ഏറ്റവും മോശം വ്യക്തിയാവുക എന്നതാണ്. ആർക്കാണ് കൂടുതൽ ആഴത്തിൽ വേദനിപ്പിക്കാനാവുക? ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ ആരാണ് തിരഞ്ഞെടുക്കുക? നമ്മൾ അങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ രാത്രി ഭാരമേറിയതായിരുന്നു. ഇന്ന് രാവിലെ ഒരേ സമയം തമാശകരവും സങ്കടകരവുമായ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. ചെറിയൊരു കപ്പ് പോസിറ്റിവിറ്റി കൊണ്ട് ഒരു കാട്ടുതീ അണയ്ക്കാനാകില്ല. അതിനാൽ ക്ഷീണിതയും ശ്വാസമില്ലാതാവുകയും ചെയ്ത ഞാൻ ഒരു ഓരത്തു നിന്ന് കൊണ്ട് എല്ലാം കാണുകയാണ്. പോരാടാനില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അനുകമ്പ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ വെറുപ്പ് നൽകുന്നത് തുടരുകയാണ്. ചിലപ്പോൾ അതൊരു തമാശയാകാം, ചിലപ്പോൾ കുറ്റസമ്മതമാകാം. അതിൻ്റെ വഴിക്ക് വിടുന്നു.